പറഞ്ഞ വാക്കു പാലിക്കുക എന്നത് ജനാധിപത്യ മര്യാദയാണ്. ഫെബ്രുവരി 17 കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തിൽ ചോര വാർന്നൊലിച്ച ഒരു പകൽ. ഒരു പാവപ്പെട്ട ജനത അടിച്ചമർത്തപ്പെട്ട ദിനം. സ്വന്തം മണ്ണിൽ ആ മണ്ണിന്റെ മക്കൾ വലിച്ചഴിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും കൊലപ്പെടുകയും ചെയ്ത ദിവസം. അങ്ങേയറ്റം ക്ലേശകരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെയും അധികാരത്തിന്റെയും യഥാർത്ഥ മുഖം വെളിവായ ഒരു ദിവസം. കേരള പോലീസിന്റെ വെടിയുണ്ടകൾ ഒരു ജനതയെ ചോരയിൽ കുളിപ്പിച്ച ദിവസം. സ്വന്തം അവകാശങ്ങൾക്കും നീതിക്കും വേണ്ടി പോരാടിയ ഒരു ജനതയെ മണ്ണിൽ മൂടിയ ദിവസം, അതും അവരുടെ സ്വന്തം മണ്ണിൽ. അതെ, പറഞ്ഞത് അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് പ്രധാന കഥാപാത്രത്തിലെത്തിയ നരിവേട്ട എന്ന സിനിമയിലൂടെ വീണ്ടും ചർച്ചയാകുന്ന 2003 മുത്തങ്ങ ആദിവാസി സമരത്തെ കുറിച്ചാണ്. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറവുള്ള, വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട സ്ഥലമായ കബനി നദി ഒഴുകുന്ന, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ഒരു സ്ഥലമെന്ന് നരിവേട്ട എന്ന സിനിമയിൽ തന്നെ സ്വരാജ് വെഞ്ഞാറമ്മൂട് പറയുന്ന, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയായ വയനാടിന് 2024 ഉരുൾപൊട്ടലിന് മുമ്പും സമാനമായ വലിയൊരു കറുത്ത അധ്യായത്തിന്റെ വലിയ മുറിവുകളും പാടുകളും ഏൽപ്പിച്ച ഒരു കഥ പറയുവാനുണ്ട്. സ്വന്തം ഭൂമിക്ക് വേണ്ടി പടവെട്ടുന്നതിനിടെ കേരളത്തിലെ ഗോത്രവർഗം നേരിടേണ്ടി വന്ന ഭരണകൂട ഭീകരതയുടെ കഥ, ഒരു നരിവേട്ട കഥ. കേരളത്തിലെ ജനസംഖ്യയുടെ 1.3% മാത്രം വരുന്ന പൊതുധാരയിൽ നിന്ന് ഇന്നും മാറ്റി നിർത്തപ്പെടുന്ന സമൂഹമാണ് ആദിവാസികൾ. അതിൽ കേരളത്തിൽ ഏറ്റവും വലിയ ട്രൈബൽ പോപ്പുലേഷനുള്ള ജില്ല വയനാട് ജില്ലയാണ്. കാടിനെയും കാട്ടിലെ ലഭ്യതകളെയും മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഇവർക്ക് കാട് തങ്ങളുടെ ജീവിതവും ആഘോഷവുമാണ്. ഒപ്പം പല വ്യത്യസ്തമായ ആചാര അനുഷ്ഠാനങ്ങളും ജീവിത രീതികളും ഉള്ളവരാണ് ഈ ആദിവാസികൾ. ഈ ആദിവാസികൾ 1960കളിലും 1980കളിലും വന്യജീവി സംരക്ഷണത്തിന്റെ പേരിലും യുക്കാലിപ്സ് തോട്ടങ്ങളുടെ സംരക്ഷണത്തിന്റെ പേരിലും വനത്തിൽ വസിക്കുന്ന ആദിവാസികളെ അവരുടെ പൂർവികർ നേരിട്ട അവരുടെ പരമ്പരാഗതമായ അവർക്ക് അവകാശമുള്ള മണ്ണിൽ നിന്ന് അവർ വേട്ടയാടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഓടിക്കപ്പെട്ടിട്ടുണ്ട്. 1980 ഒരു നിയമം ഭേദഗതി ആദിവാസികളെ അവർ ജീവിച്ചിരുന്ന സ്വന്തം ഭൂമിയിൽ അവരെ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ചിട്ടുണ്ട്. 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് ആയിരുന്നു ആ നിയമം. ഈ നിയമപ്രകാരം കാടുകൾ സംരക്ഷിക്കപ്പെടേണ്ട ഭൂമിയായി മാറുകയും തലമുറകളായി വനത്തിൽ കഴിഞ്ഞ് കാട്ടിലെ മരങ്ങൾ കൊണ്ടുമൊക്കെ ഉൽപ്പന്നങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ച് നിത്യജീവിതം കഴിച്ചുകൊണ്ടിരുന്ന ഗോത്രവർഗക്കാർക്ക് അതിലുള്ള എല്ലാ സാധ്യതകളും നിഷേധിക്കപ്പെടുകയാണ് ഈ നിയമത്തിലൂടെ ചെയ്തത്. കൂടാതെ ഈ കാലഘട്ടത്തിൽ കേരള സർക്കാർ പുറപ്പെടുവിച്ച ചില നിയമങ്ങളും ആദിവാസികൾക്ക് വലിയ തോതിലുള്ള വെല്ലുവിളികളായി മാറിയിട്ടുണ്ട്. എന്നാൽ 1975 കേരളത്തിൽ അച്യുതമേനോൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കേരള സ്കെഡ്യൂൾഡ് ട്രൈബ്സ് റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ലാൻഡ്സ് ആൻഡ് റെസ്റ്റോറേഷൻ ഓഫ് എലിനേറ്റഡ് ലാൻഡ്സ് എന്ന ഒരു നിയമം കൊണ്ടുവന്നു. ആദിവാസികൾക്ക് അവരുടെ ഭൂമി നൽകുവാനുള്ള ഒരു നിയമമായിരുന്നു ഇതെങ്കിലും അത് കടലാസുകളിൽ മാത്രം ഒതുങ്ങിപ്പോവുകയാണ് ചെയ്തത്. അതായത് അത് നടപ്പായില്ല. ആ നിയമപ്രകാരം സർക്കാർ കയ്യേറ്റ ഭൂമികൾ പിടിച്ചെടുത്ത് ആദിവാസികൾക്ക് തിരികെ നൽകണമെന്നതായിരുന്നു വ്യവസ്ഥ. 2001 കേരളത്തിലെ പല ജില്ലകളിലും ആദിവാസികൾ ഭൂമിയില്ലാത്തതുകൊണ്ട് പട്ടിണി മരണങ്ങൾക്ക് കീഴടങ്ങേണ്ടി വന്നപ്പോൾ ആദിവാസികളായ CK ജാനുവിന്റെയും M ഗീതാനന്ദന്റെയും നേതൃത്വത്തിൽ ആദിവാസി ഗോത്ര മഹാസഭ AGMS എന്നൊരു ആദിവാസി സംഘടനയ്ക്ക് രൂപം നൽകി. വിവിധ ഇടങ്ങളിലായി ചിതറിക്കിടന്ന ആദിവാസികളുടെ ഒരു പ്രഥമ ശക്തമായ ഒരു കൂട്ടായ്മയായിരുന്നു അത്. 2001 ഓഗസ്റ്റ് 30 പിറന്ന മണ്ണിൽ ജീവിക്കുവാനുള്ള അവകാശത്തിനു വേണ്ടി പോരാടാനായി കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ സംസ്ഥാനത്തിന്റെ ഭരണശിലാ കേന്ദ്രത്തിൽ, അതായത് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ആദിവാസി ഗോത്ര മഹാസഭയുടെ നേതൃത്വത്തിൽ മുളകൾ ഉപയോഗിച്ച് കുടിൽ കെട്ടി അവർ സമരം ആരംഭിച്ചു. അങ്ങനെ അവർ കാട്ടിലെ ശൈലി നാട്ടിലിറക്കി. അന്ന് AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരായിരുന്നു കേരളത്തിൽ ഭരണത്തിലുണ്ടായിരുന്നത്. CK ജാനുവിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അവകാശ പ്രഖ്യാപന ജാഥയിലൂടെയായിരുന്നു ഈ കുടിൽകെട്ടി സമരത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലൊക്കെ വളരെ പരിമിതമായ വാഹന സാങ്കേതിക സൗകര്യങ്ങളുള്ള ഒരു കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് വയനാട് പോലെയുള്ള മലയോര പ്രദേശത്ത് നിന്ന് വളരെ ദുരിതം പിടിച്ചാണ് സമരക്കാർ തിരുവനന്തപുരത്തേക്കൊക്കെ അന്ന് എത്തിയത്. ആയിരക്കണക്കിന് ആളുകൾ അഥവാ ആദിവാസികൾ എത്തിയ ആ സമരം കേരള സർക്കാരിനും ആ സമയത്ത് കേരളത്തിനും തന്നെ വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു. തുടക്കത്തിൽ സർക്കാർ ആദിവാസികൾക്ക് 6 മാസം സൗജന്യ അരിയൊക്കെ നൽകി അതിലൂടെ അവരുടെ പട്ടിണി ഉന്മൂലനം ചെയ്യാമെന്ന് വാഗ്ദാനം നൽകി സമരം ഒതുക്കി തീർക്കാൻ ശ്രമിച്ചുവെങ്കിലും ആദിവാസി സമൂഹം അതിനെ വളരെ ശക്തമായിട്ട് എതിർക്കുകയും അവർക്ക് ഭൂമിയാണ് വേണ്ടതെന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു. വളരെ ശക്തമായിട്ടായിരുന്നു അന്ന് അവരുടെ സമരം അവർ കൊണ്ടാടിയത്. അവരുടെ സമരത്തിനിടയിൽ നടന്ന ആ വർഷത്തെ സർക്കാർ ഓണാഘോഷങ്ങൾ പോലും അവർ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്.
പോലീസായിട്ടൊക്കെ ചില സംഘർഷങ്ങളുമൊക്കെ ഈ സമരത്തിനിടയിൽ നടന്നിട്ടുണ്ട്. ഒരിക്കൽ ആദിവാസി സ്ത്രീകളും വനിതാ പോലീസുകളും ഏറ്റുമുട്ടിയപ്പോൾ ഒരു വനിതാ പോലീസിന്റെ സാരി അഴിഞ്ഞു പോകുകയും അതേ തുടർന്നാണ് ഈ കേരളത്തിൽ വനിതാ പോലീസിന് ഷർട്ടും പാൻറ്റും എന്ന യൂണിഫോം രീതി ആക്കിയതെന്നും പറയപ്പെടുന്നു. 2001 ഒക്ടോബർ 16 അതായത് സമരം തുടങ്ങി 48 ദിവസം സർക്കാർ സമരക്കാരുമായി ചർച്ച നടത്തുകയും സമരക്കാരുമായി ഒരു കരാറിൽ എത്തുകയും ചെയ്തു. ഈ കരാർ പ്രകാരം ആദിവാസികൾക്ക് 5 ഏക്കർ ഭൂമി നൽകുവാനും അത് സംരക്ഷിക്കുവാനുമുള്ള പ്രത്യേക സംവിധാനങ്ങളും കേരളത്തിലെ ആദിവാസി പ്രദേശങ്ങൾ ഭരണഘടനയുടെ 5-ാം വകുപ്പിൽ ഷെഡ്യൂൾഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കാമെന്ന് കേന്ദ്ര സർക്കാരിനോട് പ്രമേയത്തിലൂടെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടാമെന്നുമൊക്കെ ഈ കരാറിൽ പറഞ്ഞു. ഭൂമി വിതരണം 2002 ജനുവരിയിൽ ആരംഭിച്ച് അതേ വർഷം അതായത് ഡിസംബർ 31 അവസാനിപ്പിക്കാമെന്നും മുഖ്യമന്ത്രി ശ്രീ AK ആന്റണി അവർക്ക് വാക്കാൽ ഉറപ്പ് നൽകിയപ്പോൾ അവർ പ്രതീക്ഷയോടുകൂടി ആ സമരം അവസാനിപ്പിച്ച് മടങ്ങി. കേരള ചരിത്രത്തിൽ തന്നെ ആദിവാസികൾ സർക്കാരുമായി ഒപ്പിട്ട ആദ്യ കരാറായിരുന്നു അത്. എന്നാൽ പിന്നീടാണ് രാഷ്ട്രീയ അധികാരത്വത്തിന്റെ യഥാർത്ഥ മുഖം വെളിവാകുന്നത്. സർക്കാരിന് വെല്ലുവിളിയായ ആദിവാസി ഭൂസമരം പിരിച്ചുവിട്ടതിന് ശേഷം ഈ കരാറിനെ കുറിച്ച് ഒരു ഓർമ്മ പോലും ഇല്ലാത്ത രീതിയിലായിരുന്നു സർക്കാരിന്റെ പിന്നീടുള്ള പ്രവർത്തനങ്ങൾ. 2002 ഡിസംബറോടുകൂടി ഭൂമി വിതരണം പൂർത്തീകരിക്കുവാമെന്നാണ് സർക്കാർ അവർക്ക് ഉറപ്പ് നൽകിയതെങ്കിലും വർഷങ്ങളുടെ കാത്തിരിപ്പുകൾക്ക് ശേഷവും ഒരു നടപടിയുമില്ല എന്ന് കണ്ടപ്പോൾ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആദിവാസികൾ ചുരം കയറി അങ്ങ് മുത്തങ്ങ എന്ന വനത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നയിടത്ത് 2001 സെക്രട്ടേറിയറ്റ് സമരത്തിന് സമാനമായ കുടിൽ കെട്ടി സമരം ആരംഭിച്ചപ്പോൾ അത് അവസാനിപ്പിച്ചത് സ്വന്തം ഭൂമിയിൽ രക്തം ചീന്തേണ്ടി വന്ന ജനതയായിട്ടാണ്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് 4000-ഓളം വരുന്ന സ്ത്രീകളും കുട്ടികളും വയോധികരും ഗർഭിണികളുമെല്ലാം അവിടെ ശക്തമായി സംഘടിച്ചു. ഒരേ മനസ്സോടുകൂടി കുടിലുകൾ കെട്ടി അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ സമരം ചെയ്തു. സമരം കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോൾ വനം വകുപ്പ് ഈ കുടിലുകൾക്ക് നേരെ നശിപ്പിക്കുവാനുള്ള പല ശ്രമങ്ങൾ നടത്തി. ആദിവാസികൾക്ക് ഭീകരബന്ധം പോലും ഉണ്ട് എന്നുള്ള പ്രചാരണങ്ങൾ നാട്ടിൽ ശക്തമാവുകയും ചെയ്തു. അതിനിടയിൽ കാട്ടിൽ കയറിയ ചില ഉദ്യോഗസ്ഥരെ ആദിവാസികൾ ബന്ദികളാക്കുകയും ചെയ്തു. പിന്നീട് സർക്കാർ ഇടപെടലുകളിലൂടെ ബന്ദികളായ ഉദ്യോഗസ്ഥരെ മോചിപ്പിക്കുകയും ചെയ്തെങ്കിലും ആദിവാസി സമരത്തോട് എതിർപ്പുള്ളവർ ഈ ബന്ദി വിഷയത്തെ ആയുധമാക്കി മാറ്റുകയാണ് ചെയ്തത്. അങ്ങനെ കാട്ടിലും നാട്ടിലുമൊക്കെ ഈ സമരം അക്രമാസക്തമാകുന്നു. അതോടൊപ്പം തന്നെ ഇത് രാഷ്ട്രീയ നിലനിൽപ്പിനും ഈ സമരം ഭീഷണിയാകുന്നു എന്ന് സർക്കാർ കണ്ടപ്പോൾ ഈ സമരത്തെ നിർത്തുവാനായി അല്ലെങ്കിൽ ഈ സമരക്കാരെ ഒഴിപ്പിക്കുവാനായി സർക്കാർ ഉറച്ച തീരുമാനമെടുത്തു. 2003 ഫെബ്രുവരി 19 കേരള ചരിത്രത്തിൽ തന്നെ തീരാനോവ് സൃഷ്ടിച്ച അധികാരശക്തി ഉപയോഗിച്ചുള്ള അരും കൊലയുടെ ദിവസം. അന്ന് രാവിലെ തന്നെ ആയിരക്കണക്കിന് പോലീസുകാർ സർവ്വസജ്ജമായി സർവ്വ ആയുധധാരികളായി മുത്തങ്ങയിലേക്ക് എത്തി. സമരക്കുടിലുകളുടെ മുന്നിൽ അവർ അണിനിരന്നു. ഉടനെ തന്നെ ആദിവാസികൾ വനം ഭൂമി വിടണമെന്നും അല്ലെങ്കിൽ അവർക്ക് നേരെ ബലം പ്രയോഗിക്കേണ്ടി വരുമെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉച്ചാഭാഷണി മുഴക്കി. ഇതൊന്നും ബാധിക്കാത്ത മട്ടിൽ ദൈനംദിന പ്രവർത്തനങ്ങൾ സാധാരണ പോലെ തന്നെ അവർ മുഴുകിയപ്പോൾ രാവിലെ 8:30 സായുധ പോലീസ് സേന കാട്ടിൽ പ്രവേശിച്ച് സ്ഥലം കാലിയാക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് ആദിവാസികൾ വിസമ്മതിച്ചതിന് ശേഷം സമരക്കാർക്ക് നേരെ പോലീസ് കണ്ണീർവാദം പ്രയോഗിച്ചു. സർവ്വ ആയുധധാരികളായി എത്തിയ പോലീസ് സമരക്കാരുമായി ഏറ്റുമുട്ടിയപ്പോൾ ആദിവാസികളും അവരവരുടെ പരമ്പരാഗതമായ ആയുധങ്ങൾ പ്രയോഗിച്ച് പരമാവധി ചെറുത്തു നിർത്തുന്നെങ്കിലും പ്രായഭേദ്യമെന്റി ആദിവാസികൾ ഉപദ്രവിക്കപ്പെടുകയും ലാത്തിമർദ്ദനമേൽക്കുകയും വലിച്ചിഴക്കപ്പെടുകയും ചെയ്തു. എന്തിനേറെ പറയണം, മൃഗങ്ങൾ പോലും ആ സംഘർഷത്തിനിടെ വേട്ടയാടപ്പെടുകയാണ് ചെയ്തത്. ഇതേസമയം ആദിവാസികൾ ഒരു പോലീസുകാരനെയും 2 വനപാലകരെയും പിടിച്ച് ബന്ദികളാക്കി മരണത്തിന്റെ മുൻമുനയിൽ അവരെ നിർത്തി. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ വിനോദ് എന്ന ദളിതനായ പോലീസുകാരൻ സമരഭൂമിയിൽ വെച്ച് തന്നെ കൊലപ്പെടുകയും ചെയ്തു. സമരക്കാരോട് കീഴടങ്ങണമെന്ന് പോലീസ് പറഞ്ഞപ്പോൾ അവർ പോലീസിന് നേരെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ പോലീസ് അവർക്ക് നേരെ ഗ്രനൈഡ് എറിയുകയും അവരുടെ കുടിലുകൾ കത്തിക്കുകയും അവർക്ക് നേരെ 18 തവണ വെടിയുതിർത്തുകയും ചെയ്തു. പിന്നീടൊരു രക്തക്കളം തന്നെയായിരുന്നു ആ മണ്ണ്. അതായത് സ്വന്തം മണ്ണിൽ രക്തത്തിൽ കുളിച്ച് കിടക്കേണ്ടി വന്ന ഒരു ജനത. മനുഷ്യരഹിത ആക്രമണത്തിൽ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഒരു പോലീസുകാരനും ഒരു ആദിവാസിയുമാണ് കൊല്ലപ്പെട്ടതെങ്കിൽ യഥാർത്ഥ കണക്കുകൾ ഇതിലും വളരെ വലുതായേക്കാം. തീയിൽ കുരുത്ത് വെയിലത്ത് വാടാത്ത മനക്കരുത്തുമായിട്ടുള്ള സമര നേതാക്കളായ CK ജാനുവിനെയും M ഗീതാനന്ദനെയും ഗുരുതര ആരോപണങ്ങളുമായി അവരെ ജയിലിൽ അടച്ചു. ഇവർക്ക് നേരെ നടത്തിയ മർദ്ദനം അതിക്രൂരമായിട്ടാണ് അന്നുണ്ടായത്. പിന്നീട് അന്നത്തെ സർക്കാരിനെതിരെയും ശക്തമായ പ്രതിഷേധമൊക്കെ ഉയർന്നപ്പോൾ അതിനെ സർക്കാർ ശക്തമായി എതിർത്ത് നിന്നു. സമരത്തെക്കുറിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലും അതിനെ പോലും അട്ടിമറിക്കുകയാണ് അന്നത്തെ സർക്കാർ ചെയ്തത്. ഈ സമരത്തിലൂടെ സംസ്ഥാനത്തെ 10,000-ഓളം ഭൂരഹിത കുടുംബങ്ങൾക്ക് ഭൂമി ലഭിച്ചെങ്കിലും സമരത്തിൽ പങ്കെടുത്ത പാതിയിലധികം പേരും ഭൂരഹിതരും
അവഗണിക്കപ്പെട്ടവരും ഇന്നും ഈ സമരത്തിന്റെ ദുരിതം അനുഭവിക്കുന്നവരുമാണ്. ഇവരെ വാക്കു പറഞ്ഞ് പറ്റിച്ച രാഷ്ട്രീയ നേതാക്കളെയും ഇവരെ ഒരു മനുഷ്യത്വരഹിത രീതിയിൽ വേട്ടയാടിയവരെ നിങ്ങൾ ഓർക്കുക. എല്ലാ പാപങ്ങളും കഴുകിയാൽ പോകില്ല. കാലം നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ ഒരു പക്ഷേ തലമുറകളോളം അനുഭവിക്കേണ്ടിയും വന്നേക്കാം. അതുതന്നെയാണ് നരിവേട്ട എന്ന സിനിമ പറഞ്ഞു വെക്കുന്നതും.